ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജി കെ വേൾഡ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എന്താ പറയുക, പകൽ സമയം ട്യൂഷനൊന്നുമില്ല, പക്ഷെ പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇനി കുളിച്ച് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. സാധാരണ റൂട്ടീൻ തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ബോറഡി ആയിട്ട് തോന്നാം, കാരണം ലൈവ് സീരീസിൻ്റെ ഭാഗമായി എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വ്ളോഗ് എടുക്കുന്നത്. പറ്റാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ഇതുകളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജിമ്മിന് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ട്യൂഷൻ്റെ സമയമൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരീക്ഷ ആയതുകൊണ്ട് ജിമ്മിന് പോകാനായിട്ടുള്ള സമയം ക്രമീകരിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ജിമ്മിൽ പോക്കെന്നൊക്കെ പറയുന്നത് ഈ ഒരു എക്സാം ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയേ ആവുള്ളൂ. പക്ഷെ അതിൻ്റെ ഭാഗമായി ഞാൻ ഡയറ്റ്, എനിക്ക് വെയിറ്റ് ലോസ് വേണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം വേഗത്തിലൊന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി വരണം. അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. സോ വെൽക്കം ബാക്ക് അഗെയിൻ ടു ജി കെ വേൾഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ഇതാണ് നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. ബദാമും ഉണക്കമുന്തിരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ ബദാമിൻ്റെ കൂടെ ഈ ഒരു കാഷ്യൂനട്ടും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഈ ബദാം ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മളതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ചിലവർ, ഇപ്പം ഞാനടക്കം വാങ്ങിക്കുന്ന ഉടനെ തന്നെ കഴിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ അതെ, ഈ ഉണക്കമുന്തിരി ഉള്ളതിൽ നല്ല ക്വാളിറ്റി നമ്മുടെ അവിടെ കിട്ടാവുന്നതിൽ നല്ലതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും. എന്നാലും ഞാനിവിടെ നമുക്ക് കിട്ടാവുന്ന, നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീൻ ഇനി മുതൽ ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഫോളോ ചെയ്തിരുന്നതും എന്നാൽ ഇടയ്ക്ക് വിട്ടുപോയതുമാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ അതും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം നമ്മളിപ്പോൾ കഴിക്കാനിരിക്കുന്നത് ഉപ്പുമാവാണ്. ഉപ്പുമാവ് എന്ന് പറയുന്നത് ഗോതമ്പ് ഉപ്പുമാവാണ്, റവയല്ല, ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവും പിന്നെ മുതിരയാണ്. അങ്ങനെ ഇപ്പോൾ സമയം 12 മണി. ട്യൂഷന് പോവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഊണ് കഴിച്ചിട്ടാണ് അടുത്ത ട്യൂഷൻ. ഇപ്പോൾ ഒരു 1:30 ട്യൂഷൻ കഴിയും. അതിന് ശേഷമാണ് അടുത്ത ട്യൂഷൻ. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമുക്കുള്ളത് ഹോം ട്യൂഷനാണ്. അപ്പോൾ അവിടെ ഈ കുട്ടിയുടെ കയ്യിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പല ഡിഫറെൻറ്റ് ഷേപ്സ് നമുക്ക് ഒരു പ്രയാസവും കൂടാതെ വരയ്ക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം. അങ്ങനെ ഇപ്പോൾ ടൈം 2 മണി. നമ്മൾ വീട്ടിലേക്ക് ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ട്യൂഷന് പോകണം. അപ്പോൾ അധികം നേരമൊന്നുമില്ല, വേഗം തന്നെ പോകണം. ഓ ഗൈസ്, അങ്ങനെ 3 മണിയായി. നമ്മുടെ അടുത്ത ട്യൂഷനിലെ പോക്കാണ്. നല്ല വെയിലാണ്. ഇപ്പം നേരെ അവിടേക്ക് പോവാം. മിസ്റ്റർ ധനു, ഇന്നവിടെ പണിപാളി. കാരണം ഇന്നേ നോക്കോ, സ്വാതി ചേച്ചി ഒന്നുമില്ല. എന്താ ചെയ്യാ എല്ലാം നമ്മുടെ തലയ്ക്ക് തന്നെ പെട്ടു. എവിടെ ശ്രദ്ധിക്കുന്നു? എഴുതിക്കോളോ. എന്താ എഴുതി പഠിക്കുന്നേ? എന്താ എഴുതി പഠിക്കുന്ന സെന്റൻസ്? വി 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 ലീവ് ഓൺ ദ, എവിടെയാ താമസിക്കുന്നത് നമ്മള്? വി ലീവ് ഓൺ ദി, എവിടെയാ? എർത്ത്. ധനു എന്താ എന്നെ വിളിക്കുക? എന്നെ വിളിക്കുന്നത് എന്താ? ഗിരീഷിനാ പേരാ വിളിക്കാറ്? എന്താ വിളിക്കാറ്? മാമ, ഗിരി മാമ. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ മാമനാവേണ്ടി വരും, ചേട്ടനാവേണ്ടി വരും, മാഷാവേണ്ടി വരും, ട്യൂഷൻ സർ എന്ന് പറയുന്ന വിളി കേൾക്കേണ്ടി വരും. പിന്നെ കേൾക്കാൻ പാടില്ലാത്ത പല വിളികളുണ്ട്. അത് നമ്മൾ ഇവിടെ കേൾക്കൂല. പിള്ളേര് തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷൻ, അത് നമ്മളായാലും സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ. ഓ യെസ് മാൻ, ഗെയിം ഓൺ.
ആ ഗെയിം ഓണാവും ഇപ്പൊ. ചെയ്തിട്ടുണ്ടോ ഇന്നലെ പറഞ്ഞ കണക്കുകള്? ഇല്ലല്ലേ? അപ്പൊ ഗെയിം ഓൺ തന്നെയാന്ന് ട്ടാ. നല്ല ഗെയിം ഓണായിരിക്കും. എന്താ കുട്ടിങ്കാവ് ബയോളജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്സ് ചെയ്യിപ്പിക്കും കേട്ടോ. ബുക്ക് ബാഗ് എടുത്തിട്ട് വരൂ. ബാഗ് എടുത്തിട്ടോ? ആ ബയോളജി നമുക്ക് എടുക്കാം. ബുക്ക് എടുത്തിട്ട് വാ. ഞാൻ ഇന്നലെ എടുത്തത് ചോദിക്കണ്ടേ? എന്താടാ? ആ പോയില്ലേ? ആ അതിന്റെ ക്ഷീണം മുഖത്ത് കാണാണ്ട്. കിട്ടിയാ? എവിടെ? എത്ര ആൻസർ? 15 അല്ല തെറ്റാ. ഞാൻ കാണിച്ചാ ധനു അത് പറഞ്ഞെഴുതോട്ടാ. വി ലിവ് ഓൺ ദി എർത്ത്. ആ ഡാ ഇവിടെ വി എന്താ വന്നിട്ടുള്ളത്? 54 km/h ആണോ? യു എന്താ വന്നിട്ടുള്ളത്? 18 km/h ആണോ? ഇതില് മാസ് എത്ര വന്നിട്ടുള്ളത്? 120 kg ആണോ? ആണ്. നമുക്കിവിടെ വർക്ക് ഡൺ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അല്ലേ? ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈ ക്വസ്റ്റൻ ആണ് യൂസ് ചെയ്തത്. ഇനി ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താ? ഇതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണം. 54 × 5/18 കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ എത്ര വരിക? 3 15 3 പോയിന്റ് 18 × 354 ഓ അതൊക്കെ ശരിയായിണ്ടാവില്ല അല്ലേ? അതാണ് മനസ്സിലായ? 18 km/h എന്ന് പറഞ്ഞാല് 18 × 5/18 കട്ട് ഷോട്ട് ചെയ്തു 5 m/s ആണോ? ഹാഫ് ഇൻറ്റു 120 × വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 15 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഇതിപ്പോ തന്നെ കട്ട് ഷോട്ട് ചെയ്താൽ 60 വരില്ലേ? ഇല്ലേ? അങ്ങനെ എല്ലാ ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. അതൊക്കെ നീ ഇതേതാ പെർഫ്യൂം വന്നപ്പോ തന്നെ സുഗന്ധം പരത്തിയിട്ടൊക്കെ ബാക്കിലേക്ക് അടിക്കണ